കണ്ണൂർ ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞതിൽ പോലീസ് കേസെടുത്തു. സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിനെയും സഹപ്രവർത്തകരെയും തടഞ്ഞുവെച്ച അസഭ്യം പറഞ്ഞു എന്ന പരാതിയിലാണ് ലിജിൻ എന്നയാൾക്കെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തടഞ്ഞുവെച്ച സംഭവമായി ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇയാൾ ആരാണ്? ഇത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാണെന്നുള്ള വിവരങ്ങളുണ്ടോ? ഒപ്പം തന്നെ എന്താണ് സംഭവിച്ചത് അവിടെ? ജിൽസി, ഇതിനകത്ത് ഇദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നലെ തന്നെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു CPM പ്രവർത്തകനാണെന്ന്. ഇന്നലെ രാത്രി വൈകിയാണ് ഈ സംഭവം നടക്കുന്നത്. അത് അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്രം എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുൾ റഷീദിന്റെ പ്രചരണ വാഹനം എത്തിയ ഘട്ടത്തിൽ വാഹനം തടഞ്ഞു എന്നുള്ളതാണ് പരാതിക്ക് അടിസ്ഥാനമായി പറയുന്നത്. റഷീദ് ഇന്നലെ തന്നെ ആക്രമിച്ചു എന്ന് അടക്കം പറഞ്ഞിരുന്നു. പക്ഷേ ചക്രക്കൽ പോലീസ് ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ എടുത്തിരിക്കുന്ന FIR-ൽ വാഹനം തടഞ്ഞു വെച്ചു, കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അസഭ്യം പറയുകയും ചെയ്തു എന്നുള്ളതും ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയും കോൺഗ്രസ് പ്രവർത്തകർ ചക്രക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കാരണം പോലീസ് ഇതിനകത്ത് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന് ആരോപിച്ചായിരുന്നു സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകർ ചക്രക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി ഉപരോധം നടത്തിയത്. ആ ഉപരോധത്തിനൊടുവിലാണ് FIR ഇട്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷമിൽ എന്ന് പറയുന്ന ആളെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി അടക്കമുള്ള UDF പ്രവർത്തകരെ തെറിവിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലിജിൽ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് കേസ്. അയാൾ ഏത് രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളത് FIR പറഞ്ഞിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ആരോപിക്കുന്നത് ലിജിൽ CPM പ്രവർത്തകനാണ്. നേരത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയാണ് ലിജിൽ എന്നും പറയുന്നുണ്ട്. ഈ ലിജിൽ വന്ന വാഹനം റഷീദിന്റെ പ്രചരണ വാഹനത്തിന് മുന്നിൽ നിർത്തിയിട്ട ശേഷം ആ വാഹനം കടന്നു പോകാൻ അനുവദിക്കാതെ നിന്നു. തുടർന്ന് സ്ഥാനാർത്ഥി അവിടെ എത്തുകയും ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കുകയും ചെയ്ത ഘട്ടത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു റഷീദിന്റെ ആരോപണം. പക്ഷേ ചക്രക്കൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് റഷീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ മർദ്ദിക്കുകയും മറ്റുള്ളവരെ തെറി പറയുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. വിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.